റിലീസിന് ഒരു വർഷം മുമ്പേ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ച ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഒഡീസി ജൂലൈ 17 മുതലാണ് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. 2026 ജൂലൈ 26-നാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. 70 സ്ക്രീനുള്ള ഐമാക്സ് തിയേറ്ററുകളിലാണ് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുത്ത ചില പ്രദർശന സമയങ്ങളുടെ ടിക്കറ്റ് മാത്രമേ ഇപ്പോൾ വിൽപ്പന ആരംഭിച്ചിട്ടുള്ളൂ. ബുക്കിംഗ് ആരംഭിച്ച എല്ലാ തിയേറ്ററുകളിലെ ടിക്കറ്റും നിമിഷ നേരം കൊണ്ട് വിറ്റഴിഞ്ഞു. ഇതാദ്യമായാണ് ഒരു സിനിമയുടെ ടിക്കറ്റ് റിലീസിങ്ങിനും ഒരു വർഷം മുമ്പേ വിൽക്കുന്നത്. ഓസ്കാർ ചിത്രം ഓപ്പൺഹൈമറിന് ശേഷം നോളൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ഒഡീസി. പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറകളിൽ ചിത്രീകരിച്ച ആദ്യത്തെ വാണിജ്യ ചിത്രമാണിത്. ഹോമറിന്റെ ഇതിഹാസ ഗ്രീക്ക് പുരാണമായ ഒഡീസിയെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഭാര്യ പെനലോപ്പിനടുത്തേക്ക് പോകുന്ന ഇത്താക്കയിലെ രാജാവ് ഒഡീഷ്യസിന്റെ ക്ലാസിക് കഥയാണ് ഒഡീസി. നോളന്റെ എപ്പിക് ആക്ഷൻ ഫാന്റസിയിൽ നടൻ മാറ്റ് ഡാമൻ നിത്യനായകനായ ഒഡീഷ്യസായി അഭിനയിക്കും. ടോം ഹോളണ്ട്, ആനി ഹാത്വ, ജോൺ ബെർന്താൽ, സെൻഡായ, ലുപ്പീറ്റ നോങ്ക്യ, റോബർട്ട് പാറ്റിൻസൺ, ചാർലിസ് തെറോൺ, മിയ ഗോത്ത് എന്നിവരും ചിത്രത്തിൽ ഉണ്ടായിരിക്കും. 2008 ബ്ലോക്ക് ബസ്റ്ററായ ദ ഡാർക്ക് നൈറ്റിലാണ് നോളൻ ആദ്യമായി ഐമാക്സ് ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. ചില ആക്ഷൻ സീക്വൻസുകൾ മാത്രം ചിത്രീകരിക്കാനാണ് അന്ന് ഐമാക്സ് ക്യാമറകൾ ഉപയോഗിച്ചത്. ഹോളിവുഡിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ആദ്യത്തെ ചിത്രമായിരിക്കും ദ ഡാർക്ക് നൈറ്റ്. പിന്നീട് ഇൻസ്പെക്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ടെനറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലും നോളൻ ഐമാക്സ് ക്യാമറകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നോളന്റെ മുൻ ചിത്രമായ ഓപ്പൺഹൈമർ ഐമാക്സിൽ ഫിലിം ക്യാമറയിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ ചില സീനുകൾ സാധാരണ ക്യാമറയിൽ ചിത്രീകരിക്കേണ്ടി വന്നു. മറ്റൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ചിത്രം നോളൻ ഏത് രീതിയിലാകും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. 2026 ജൂലൈ 17-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അടുത്തിടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ റിലീസിന് ഒരു വർഷം ബാക്കി നിൽക്കെ പ്രീസെയിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നോളന്റെ ഒഡീസി. ലോകത്തെ ഐമാക്സ് സ്ക്രീനുകളിൽ നിന്ന് 1.5 മില്യൺ പ്രീസെയിൽ കളക്ഷൻ സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്.